നാരായണ നാരായണ. ശ്രീഹരി വിഷ്ണു, ദേവി ലക്ഷ്മി, നാരദന്റെ പ്രണാമം സ്വീകരിച്ചാലും. എന്തുണ്ടായി നാരദ? വളരെ അവശനും പരിഭ്രാന്തനുമായി കാണുന്നല്ലോ. ശ്രീഹരി, അവിടുത്തെ ചോദ്യത്തിന് ഉത്തരം തീർച്ചയായും ലഭിക്കും. പക്ഷെ അങ്ങ് ആദ്യമായി എന്നോട് പറഞ്ഞാലും, അങ്ങ് എനിക്ക് എന്തിന് ഈ ജീവിതം നൽകി? അന്യന്റെ അഗ്നിയിൽ ഞാൻ കൈപൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അസാഫല്യം സംഭവിച്ചിരിക്കുമല്ലേ? പ്രഭു, അങ്ങ് സർവജ്ഞനാണ്. ദേവരാജൻ ഇന്ദ്രൻ മേനകയെയും രംഭയെയും അസുരന്മാരുടെ തപോഭംഗം വരുത്താൻ അയച്ചു. പക്ഷെ എന്തുണ്ടായി? അസുരന്മാർ മേനകയെയും രംഭയെയും എടുത്തെറിഞ്ഞു. അപ്പോൾ ദേവരാജൻ ഇന്ദ്രൻ വീണ്ടും ദുഃഖിതൻ തന്നെ. ശ്രീഹരി, ദേവരാജൻ ഇന്ദ്രന് ഒരു ഉപായം നൽകണം. ഉപായം അദ്ദേഹം സ്വയം നടപ്പിലാക്കണം. നമുക്ക് കേവലം മാർഗദർശനം നൽകാനാകും. അവിടുന്ന് മാർഗദർശനം നൽകിയതാണ് ശ്രീഹരി. പക്ഷേ ദേവരാജൻ ഇന്ദ്രന് ശരിയായ അർത്ഥം മനസ്സിലാക്കാനായില്ല. അതിന്റെ പരിണാമം വിപരീതമായി. നാം ഉപായം പറഞ്ഞതാണ് അസുരന്മാരുടെ ശക്തി ക്ഷീണിപ്പിക്കണമെന്ന്. പക്ഷെ ദേവരാജൻ ഇന്ദ്രനത് മനസ്സിലായില്ല. അപ്പോൾ അവരെ ധർമ്മഭ്രഷ്ടരാക്കുന്ന കാര്യം ഉപദേശിച്ചു. എങ്കിലും ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ഞങ്ങൾ മൂന്നുപേരും ധർമ്മരക്ഷകരാണ്. ധർമ്മഭ്രഷ്ടരാക്കാൻ പ്രേരിപ്പിക്കുന്നത് ഞങ്ങളുടെ രീതിയല്ല. എങ്കിൽ കൂടി താരകപുത്രന്മാരെ ഭയപ്പെടുന്ന ദേവരാജനോട് സ്പഷ്ടമായി പറഞ്ഞതാണ്. അദ്ദേഹത്തിന് നടപ്പാക്കാനായില്ല. പ്രഭു, എന്തെങ്കിലും സരളമായ ഉപായം പറയണം. അദ്ദേഹത്തിന് സാധ്യമാകുന്നത്. ജഗദീശ്വരൻ ശ്രീഹരി വിഷ്ണു ജയിച്ചാലും, ദേവി മഹാലക്ഷ്മി ജയിച്ചാലും. ദേവന്മാരെ കുറിച്ച് പറഞ്ഞു. ദേവന്മാർ പ്രത്യക്ഷരുമായി. ഹേ ജഗദീശ്വര, ഞങ്ങൾ ഒരിക്കലും വ്യഥയിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തരാകുകയില്ലേ? ദേവരാജ, ഈ ഭയത്തിനും വ്യതയ്ക്കും കാരണം നാമല്ല. ഞാൻ ഉദ്ദേശിച്ച അതല്ല പ്രഭു. ഒരു ഉപായം പറയണം. ദേവരാജ, അസുരന്മാരുടെ ആസുരവൃത്തി ഉണർത്തിയാൽ ഒരു ഉപായം കാണാമായിരുന്നു. ആ കാര്യം ദേവന്മാർ തന്നെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവരുടെ ശുഭകാംക്ഷി നാരദനത് ചെയ്യണം. ഞാൻ അസുരന്മാരുടെ ആസുരവൃത്തി ഉണർത്താനോ? വേണ്ട ഭഗവാൻ, വേണ്ട. അത് ഉണർന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങേണ്ടി വരും. ഒരു ഉപായമുണ്ട് ദേവരാജ. എന്താണ് ഉപായം ദേവി? ശ്രീഹരിയുടെ ഒരു താപസ ഭക്തനുണ്ട്, ബ്രഹ്മദത്തൻ. വിഷ്ണു ഭക്തി കൊണ്ട് ശ്രീഹരിയിൽ നിന്നും 3 ലോകങ്ങളിൽ സഞ്ചരിക്കാനുള്ള സിദ്ധിയും കൂടെ അപൂർവ വാക്സാമർഥ്യവും വരമായി ലഭിച്ച ഭക്തൻ അല്ലേ സ്വാമിൻ? ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് സഹായം തേടിയാൽ എങ്ങനെയുണ്ടാകും? ദേവി സരസ്വതിയുടെ സത്സംഗത്തിന്റെ പ്രഭാവം പ്രകടമാകുന്നുവല്ലോ. ജ്ഞാനത്തിന്റെയും വിദ്യയുടെയും ദേവിയുടെ സാമീപ്യം ദേവിക്ക് ഗുണം ചെയ്തിരിക്കുന്നു. അതിപ്പോൾ ദേവന്മാർക്കും ലഭിക്കും. ഈ താപസഭക്തൻ ബ്രഹ്മദത്തൻ ആരാണ്? പറയാം. അദ്ദേഹത്തിന് സമീപം താങ്കൾ പോകണം. ഞാനോ? ഞാൻ അവിടെ ചെന്ന് എന്ത് ചെയ്യാനാണ് പ്രഭു? ദേവരാജനെയും ദേവന്മാരെയും സഹായിക്കണം. താങ്കൾ അവിടെ ചെന്ന് ബ്രഹ്മദത്തിനെ എല്ലാം ധരിപ്പിക്കണം. ഒപ്പം നിങ്ങളുടെ ഉദ്ദേശ്യവും പറയണം. താങ്കളുടെ ആ പ്രേരണ നിമിത്തം അദ്ദേഹം താരകപുത്രന്മാരെ ഭ്രമിപ്പിക്കുന്നതിൽ തീർച്ചയായും സാഫല്യം നേടും. നാരദ, ഇനി വിളംബമരുത്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഹേ ലക്ഷ്മിപതി, ഹേ വൈകുണ്ഠവാസിനി, അനാഥരുടെ നാഥ, ഹേ സർവജ്ഞ, സർവശക്തിമാൻ, സർവവ്യാപക, ഹേ അന്തര്യാമി പ്രഭു, ഞാൻ അങ്ങയെ വന്ദിക്കാനായി അങ്ങയുടെ ചരണങ്ങളിൽ വന്നതാണ് പ്രഭു. എന്നോട് സദാ കൃപ തോന്നണമേ. വത്സ ബ്രഹ്മദത്ത, പ്രഭു. പ്രഭുവിന്റെ കൃപ ഭക്തന്റെ ഭക്തിയുടെ പരിണത ഫലമാണ് വത്സ.
ഭക്തിഭാവം ഈ ഭക്തന്റെ ഹൃദയക്ഷേത്രത്തിൽ ഉണ്ട് പ്രഭു. നിന്റെ ആരാധ്യദേവൻ അതറിയാം ബ്രഹ്മദത്ത. വാക്കുകളാൽ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹേ ശ്രീഹരി, എനിക്കിതുവരെയും ലഭിക്കാത്ത ജ്ഞാനം പ്രദാനം ചെയ്യാൻ കനിവുണ്ടാകണമേ. അതിനായി നീ നിന്റെ ആശ്രമത്തിൽ നിന്നും പുറത്തു വന്ന് ജഗത്തിലെ മായയെ അറിയേണ്ടതുണ്ട്. വരാം ശ്രീഹരി, അങ്ങ് കൽപ്പിച്ചാൽ മതി. എന്ന്, എപ്പോൾ, എവിടെ പ്രവേശിക്കണമെന്ന്. ഹേ തോപസ് ബ്രഹ്മദത്ത, നമ്മുടെ പരമഭക്തൻ നാരദന്റെ നിർദ്ദേശമനുസരിച്ച് നീ ഋഷി ചാർവാകന്റെ രീതി പ്രയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെ 3 താരകപുത്രന്മാർ, താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുത്മാലി എന്നിവരെ ശിവഭക്തിക്ക് വിമുഖരാക്കി അവരിൽ ആസുരമായ ഉന്മാദം ഉണർത്തണം. ദേവന്മാരുടെ നന്മയ്ക്കായി നീ ഈ കഠിനമായ പ്രവൃത്തി ചെയ്തേ തീരൂ. കഠിനം? കഠിനം എങ്ങനെ പ്രഭു? ഏത് പ്രവൃത്തി ചെയ്യാൻ അവിടുത്തെ ആജ്ഞാശക്തി കൂടെയുണ്ടോ ആ ജോലി എങ്ങനെ കഠിനമാകും പ്രഭു? ഞാൻ ചെയ്യാം, തീർച്ചയായും ചെയ്യാം. അങ്ങ് ആജ്ഞാപിച്ചാൽ അത് ചെയ്യാതിരിക്കുമോ? അത് സംഭവ്യമാണോ പ്രഭു? ഒരിക്കലുമില്ല. പിന്നെ അതിന്റെ ഗുണം ദേവിമാർക്കോ അല്ലെങ്കിൽ ദേവന്മാർക്കോ ആകട്ടെ, അത് ആലോചിക്കേണ്ടത് എന്റെ കർത്തവ്യമല്ല പ്രഭു. ഞാൻ അവിടുത്തെ ചരണദാസനാണ്. അവിടുത്തെ ആജ്ഞ മാനിച്ച് ഈ കാര്യം ചെയ്യും. അസുരന്മാരിൽ ആസുര ഉന്മാദം ഉണർത്തും. പക്ഷെ ഹേ പ്രഭു, രീതിയും നീതിയും ആഗ്രഹിക്കുന്നതല്ലേ അസുരന്മാരിൽ സാത്വിക സ്വഭാവം വളർത്തി സർവമംഗളം വരുത്തണമെന്ന്? പക്ഷെ ഹേ പ്രഭു, അവിടുത്തെ മായയ്ക്ക് നിയമങ്ങളോ അതിർവരമ്പുകളോ ഇല്ല. അവിടുന്ന് ശിവഭക്തിയിൽ നിമഗ്നരായിരിക്കുന്ന അസുരന്മാരെ ശിവഭക്തിയിൽ നിന്ന് വിമുഖരാക്കുന്ന ജോലി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പ്രഭു. ഞാൻ ആ കാര്യം ചെയ്യും, തീർച്ചയായും ചെയ്യും. ചെയ്യാതെ പിന്നെ ഞാൻ എന്തു ചെയ്യും പ്രഭു? എവിടെ പോകും? ഈ പ്രവൃത്തി ഞാൻ ചെയ്തേ പറ്റൂ പ്രഭു. നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. ശുഭാഗമനം, ശുഭാഗമനം. വന്നാലും ശ്രീഹരി ഭക്തൻ നാരദ വന്നാലും പ്രഭു ശ്രീഹരി വിഷ്ണു കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ. ഹേ ഭക്തശ്രേഷ്ഠ, എന്നോട് പറഞ്ഞാലും ഈ നാരദലീലയെ ഞാൻ എങ്ങനെ മുന്നോട്ട് നയിക്കണം? ലീല? എന്ത് ലീല? അങ്ങ് പറയുന്നത് ആ ലീല. പക്ഷെ ഇത് ലീലയല്ല, കാര്യമാണ്. ലീല രചിക്കുന്ന കാര്യം, അസുരന്മാരുടെ ഭക്തിഭാവത്തെ നശിപ്പിക്കുന്ന കാര്യം, അസുരന്മാരെ അധികം ആസുരന്മാരാക്കുക, അങ്ങനെ അവരുടെ ആസുരത്വം സ്വയം വർദ്ധിച്ച് പൊട്ടിത്തകരണം. അതല്ലേ ഞാൻ ചെയ്യേണ്ടത് സഹോദര. സഹോദരനോ? സഹോദരനല്ലാതെ പിന്നെ സഹോദരിയോ? നാരദ മുനെ, അങ്ങും ശ്രീഹരിയുടെ ഭക്തനാണ്, ഞാനും അതെ. രണ്ടുപേരും അപ്പോൾ സഹോദരന്മാരല്ലേ? ശരിയാണല്ലോ? ശരിയാണ്. പക്ഷേ ഈ പക്ഷി എവിടെ നിന്ന് വന്നു ജ്യേഷ്ഠ സഹോദര? ചിലപ്പോൾ വന്നേക്കും. അങ്ങ് ശ്രീഹരിയുടെ പരമഭക്തനാണ്, ഞാൻ വെറും ഒരു സാധാരണ ഭക്തനും. അതിനാൽ അങ്ങ് ജ്യേഷ്ഠനാണ്, ഞാൻ ഇളയവനും. അങ്ങ് വെറും സഹോദരനല്ല, ജ്യേഷ്ഠ സഹോദരനാണ് അല്ലേ? ഞാൻ അനുചിതമൊന്നും പറഞ്ഞില്ലല്ലോ ജ്യേഷ്ഠ? നാം ഭക്തജനങ്ങൾ അനുചിതം പറയാറേ ഇല്ല. അതെ ജ്യേഷ്ഠ, ഇക്കാലത്ത് അനുചിതം പറയുന്നതിനേക്കാൾ കൂടുതൽ അനുചിതം പ്രവർത്തിക്കലാണ്. അതായത് ആദ്യം അനുചിതം പറയുക, പിന്നെ അനുചിതം പ്രവർത്തിക്കുക, ഇരട്ടി സമയം എടുക്കുന്നു അല്ലേ ജ്യേഷ്ഠ? അതിനാൽ കേൾക്കുകയോ പറയുകയോ ആവശ്യമില്ല, ചെയ്യേണ്ടത് ചെയ്യുക, സമാപ്തം. ബ്രാഹ്മണദേവ, എനിക്ക് തോന്നുന്നില്ല ഭാവി പരിപാടിയിൽ താങ്കൾക്ക് എന്റെ നിർദ്ദേശം വേണ്ടി വരുമെന്ന്. നാരായണ നാരായണ. തോന്നുന്നതിൽ എന്ത് കാര്യം സഹോദര? സത്യം പറഞ്ഞാൽ തോന്നാറുള്ളത് ഒരിക്കലും നടക്കാറില്ല, നടക്കാറുള്ളത് തോന്നാറുമില്ല. ഭഗവാൻ വിഷ്ണുവിനെ കണ്ടാൽ ആർക്കെങ്കിലും തോന്നുമോ അദ്ദേഹം ശിവഭക്തി ഉള്ളവരെ ശിവനിൽ നിന്ന് വിമുഖരാക്കുവാൻ പ്രേരിപ്പിക്കുന്ന ആളാണെന്ന്? അല്ല, താങ്കളെ കണ്ടാൽ തോന്നുമോ ആ പ്രേരണ നൽകുന്നതിന് നിർദ്ദേശകനാണെന്ന്? എന്തോ എന്നെ കണ്ടാൽ തോന്നുമോ ഞാൻ ഈ നാടകത്തിലെ ഒരു പ്രമുഖ കലാകാരനാണെന്ന്? ഇല്ലല്ലോ.
അപ്പോൾ ഈ തോന്നുന്നതും സംഭവിക്കുന്നതുമെല്ലാം വ്യത്യാസമാണ് സഹോദര.